ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ TP ഹോം ഗാർഡനിങ്. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ഫ്ലോറിഡൻ വെറൈറ്റി മാവുകൾ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് ഫസ്റ്റ് വൺ ഷുഗർ ലാഫ് നല്ലൊരു വെറൈറ്റിയാണ്. നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു 2 വർഷത്തോളമായ ഡ്രാഗൺ ഫ്രൂട്ട്, ഏകദേശം ഫ്രൂട്ടെല്ലാം വരുന്നുണ്ട് കേട്ടോ. ആവശ്യം ഡ്രമ്മിൽ നട്ടതാണ്. അപ്പുറത്ത് ആർക്കാക്കിരൻ ഗുവാവ, അപ്പുറത്തൊരു മൾട്ടി മാവ്. ഇത് ഞാൻ കുളമ്പ് മാവായിരുന്നു, പക്ഷെ അത് അവിടെ കായ്ച്ചിട്ടില്ല. കുളമ്പ് വല്ലാതെ നല്ല അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിൽ ഒരു കുളമ്പിൻ്റെ ഒരു കൊമ്പ് വെച്ച് ബാക്കിയെല്ലാം അതിൽ വേറെ വെറൈറ്റികൾ ഉപയോഗിച്ചു. നമ്മൾ കാലാപ്പാടി, പിന്നെ അപ്പുറത്ത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പോകുന്ന കാറ്റിമോൺ. ഇത് ഞാൻ കുവൈത്തിൽ നിന്ന് വന്ന 2 സാധനമാണ്. പിന്നെ ഇവിടെ ഞാൻ ഫ്ലോറിഡൻ വെറൈറ്റി സൂപ്പർ ജൂലിൻ്റെ ഒരു കമ്പ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതിൻ്റെ ഉള്ളിലാണ് വളരുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് വണ്ണ് ഷുഗർ ലോഫ് കഴിഞ്ഞു. ഇപ്പം നെക്സ്റ്റ് വണ്ണ് ഇതാണ് സൂപ്പർ ജൂലി. യെസ്, സൂപ്പർ ജൂലി. പക്ഷെ ഇതിൻ്റെ കമ്പിനൊന്നും ഒരു എനർജി ഇല്ല, വളരെ ശോകത്തിലാണ്. ഒക്കെ ബംഗാളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇത് നമ്മളിവിടെ വെച്ച് നമ്മൾ ക്ലൈമറ്റിൽ വെച്ച് പിടിപ്പിച്ച് ഇടയ്ക്കൊക്കെ വേണം, കുറച്ച് റിസ്കി ജോബാണ്. പിന്നെ ഗൈസ്, ഇതാണ് ഫ്രൂട്ട് പഞ്ച്. നോക്കൂ, ഫ്ലോറിഡൻ വെറൈറ്റിയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ വളരുന്നുണ്ട്. ഒക്കെ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മളെ അമ്രകുഞ്ച നഴ്സറി എന്ന് പറയും, ബംഗാളിലെ ഏറ്റവും നല്ല അടിപൊളി നഴ്സറിയാണ്. വിശ്വസിച്ച് പ്ലാന്റുകൾ വാങ്ങാൻ പറ്റിയ ഒരു നഴ്സറി കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിയറ്റ്നാം സൂപ്പറുകൾ ഇങ്ങനെ ഏകദേശം പാകമായി നിൽക്കുന്നുണ്ട്. ഒരു 3 പറിച്ചതാണ്. ചെറിയൊരു പ്ലാന്റാണ്, ഒരു കൈ പിടിയിൽ ഒതുങ്ങുന്ന ഒരു പ്ലാന്റാണത്. കണ്ടില്ല. ഇതിൻ്റെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. ഇത് നമ്മുടെ ബുഷ് ഓറഞ്ച്. എല്ലാം നല്ല ബെറ്ററായി വരുന്നുണ്ട്, ബെറ്റർ റിസൾട്ടാണ്. നിറയെ ഫ്രൂട്ടും ഉണ്ട്. 2 ഗുവാവ വെറൈറ്റി, ഒരു ഗോൾഡൻ നൈറ്റ്, പിന്നെ ഒരു ജാർവിയ റെഡ്. ഇത് നമ്മുടെ ബട്ടർ, ബ്ലാക്ക് ഡയമണ്ട് ഗുവാവ. ഒന്നും റിസൾട്ട് ഉണ്ടാവുന്ന അറിയില്ല. അത് നമ്മുടെ ദലഹരി. അത് ഏകദേശം ഇപ്രാവശ്യം ഫ്രൂട്ടായിന്. ഇതാണ് ഗൈസ് വിയറ്റ്നാം മേൽ. മേലെ ഇതുപോലെ പ്രൂൺ ചെയ്ത് വെച്ചാണ്ടല്ലോ. മുന്നിലുള്ള ഗുണം എന്ന് വെച്ചാൽ വല്ലാതെ ഹൈറ്റിൽ മേലേക്ക് പോയില്ല. കൈപ്പിടിയിൽ തന്നെ സാധനം കൈ കൊണ്ട് ഇങ്ങനെ ചക്ക പഴുത്തിട്ടുണ്ടോ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പറിക്കാൻ പറ്റും. ഇതുണ്ടോ, ഏകദേശം കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയേ വെണ്ണേ ഉള്ളൂ. അതിൽ ഇപ്പം 3 ഉണ്ട്. ഞാൻ അതിന് മുന്നേ ഒരു 3 അത് ഇവിടെ നിന്ന് പറിച്ചിരുന്നു. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വൺ നമ്മുടെ TJC ശ്രീലങ്കൻ്റെ നല്ല അടിപൊളി വെറൈറ്റിയാണ്. അങ്ങനെ എല്ലാ യൂട്യൂബർമാരൊക്കെ പറയുന്നത് കേട്ട്. TJC നമ്മളെ റസാഖ് ഭായ് പറയുന്നതായിരുന്നു, എവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും വേങ്ങി വെച്ചോളൂ, അങ്ങനത്തെ ഒരു പ്ലാന്റാണ്. അത്രയും അഭിപ്രായമുള്ളൊരു പ്ലാന്റാണ്. ഒക്കെ ബംഗാളിൽ നമ്മൾ അമ്രകുഞ്ച നഴ്സറിയിൽ നിന്ന് ഞാൻ ഓൺലൈനിൽ ഡയറക്റ്റ് പർച്ചേസ് ചെയ്താട്ടോ. പിന്നെ ഇത് നമ്മുടെ ലെവൻ ഷീ. ഇതാണ് നമ്മുടെ ലെവൻ ഷീ. ഏകദേശം ശിശി എന്നൊക്കെ പറയും. പിന്നെ ഗൈസ്, ഇത് നമ്മുടെ വൈറ്റ് ലോങ്കൻ. ഞാൻ കട്ട് ചെയ്ത് വെച്ചോ. വൈറ്റ് ലോങ്കനും പിന്നെ ഡയമണ്ട് അല്ല മെഡോ സ്റ്റാർ, അങ്ങനെ 2 ലോങ്കനാണ് എൻ്റെ അടുത്തുള്ളത്. മെഡോ സ്റ്റാർ ഏകദേശം നല്ല വിൽപ്പന വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ടായില്ല ഇതുവരെ. ഇത് ഫ്രൂട്ടാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങൾ പറയൂ. എന്ത് ചെയ്യണം നമ്മൾ ഫ്രൂട്ടാവാൻ എന്നൊക്കെ. നമ്മുടെ ലോങ്കനുകൾ. പിന്നെ നെക്സ്റ്റ് ഇത് ഗൈസ് നമ്മളെ തായ്വാൻ പിങ്ക്. ഇത് അടിപൊളിതാണ് കേട്ടോ. ചെറുപ്പത്തിലേ കായ വരുന്നുണ്ട്. നോക്കൂ, ചെറിയ പ്ലാന്റാണ്, അത്രയേ ഉള്ളൂ. ആകൊരു ഫ്രൂട്ടുണ്ട്, അത് നോക്കാനാ എൻ്റെ പാടെന്താന്ന്. പിന്നെ ഗൈസ്, ഇതാണ് 3 സാധനം. റയർ കളക്ഷൻസ് കേട്ടോ. ഇത് ഓറഞ്ച് ഷർബത്ത്. ഇതൊക്കെ പുതിയ ഫ്ലോറിഡൻ വെറൈറ്റി ആട്ടോ. ഇപ്പം നമ്മുടെ ഇനി വരും കാലങ്ങളിൽ കേരളത്തിലെ തരംഗമാകാൻ പോണ പ്ലാന്റുകളാണ്, തരംഗമാകാൻ പോണ വെറൈറ്റീസ്.
ഓക്കെ, നമ്മൾ കാലത്തിന് മുന്നേ നമ്മൾ സഞ്ചരിക്കണമല്ലോ. ഒക്കെ ബംഗാളിൽ നിന്നും നമ്മൾ എത്തിച്ചതാണ് ഗൈസ്. അടുത്തത് കണ്ടോ, ലെമൺ ജസ്റ്റ്. ലെമൺ ജസ്റ്റൊക്കെ ഇനിയുള്ള ഏകദേശം നല്ല തരംഗമാകാൻ പോകുന്ന പ്ലാന്റുകളാണ്. ലെമൺ ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാനുണ്ട്. ബംഗാളിൽ നിന്ന് വന്ന ആ ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് നമ്മുടെ മൾട്ടി ചെയ്ത മാവാട്ടോ. ഞാൻ ഒരു 3-4 വർഷം മുന്നേ ഇതിലൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇതിൽ പലതും വെറൈറ്റി ഇങ്ങനെ കയറ്റി കൊടുത്തു. ഇതിലൊരു നമ്മളെ നാടൻ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ നാടൻ, ഇത് ഏതൊരു തായ്ലാൻഡാണ്. ഇത് നമ്മളെ ബനാന മാംഗോ. യെസ്, ഇത് ഈ കൊമ്പ്. ഇത് നമ്മളെ നാംഡോക് മായി. ഇതും നാടൻ, നമ്മുടെ സ്വന്തം കറിവേപ്പില. പിന്നെ നെക്സ്റ്റ്, ഇതിപ്പം ഒരു ന്യൂ കളക്ഷനിലേക്ക് വന്ന വെറൈറ്റിയാണ്, കാവുമനി. കാവുമനി എന്ന് പറയും. നമ്മളെ റസാഖ് ഭായി ഒരു വീഡിയോ ചെയ്തിരുന്നു കാവുമനി. അതിനുശേഷം ഞാൻ ബംഗാളിൽ നിന്നും കളക്ട് ചെയ്തതാണ്. ഇത് നെക്സ്റ്റ് വൺ നമ്മളെ സിൻഡലോൺ. ഇതും മ്യാൻമാറിൻ്റെത്. നല്ല അടിപൊളി മാംഗോ ആണ്. നല്ല വെറൈറ്റി, അല്ല നല്ല അഭിപ്രായമുള്ളതാണ്. ഒക്കെ ഇലകളും കാര്യങ്ങളൊക്കെ കുറവാണ്. അങ്ങനെ വരുത്തി ഒക്കെ നന്നാക്കി എടുക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് വരും. ഇപ്പം നെക്സ്റ്റ് വന്ന് ഇത് നമ്മൾ ക്യാരി. ഇതും ഫ്ലോറിഡൻ വെറൈറ്റി. നമ്മുടെ കുഞ്ച നൈസറിയിൽ നിന്ന് കഴിഞ്ഞതാണ്. ഇത് ഏകദേശം കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല പുതിയ തളിരും പൊടിപ്പൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇത് മാഷാ അല്ലാഹ് നല്ലൊരു പ്ലാന്റാണ് ഗൈസ്. ഇത് എൻ്റെ ഒരു 4 വർഷമായ ബനാന മാംഗോ. ദിസ് വൺ പ്ലാന്റ് ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ പൂടാനും കഴിക്കാനൊക്കെ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് നമ്മുടെ വി എൻ ആർ പേര. നമ്മുടെ കാലപ്പാടി. ഇതിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടോ? കാലപ്പാടി പിന്നെ പെട്ടെന്ന് ഫ്രൂട്ടാവും. സീസണില്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് പൂടും. പിന്നെ ഇപ്പം മഴക്കാലമാണ്. ഈ സമയത്ത് പൂടുന്നതൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. ഇത് ഏകദേശം ഞാൻ ഒരു 2 വർഷത്തോളമായിട്ടുള്ളൂ. ഒക്കെ വളം ചെയ്തൊന്ന് പുഷ്ടിപ്പെടുത്താനുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഗാർഡനിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.